കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം തടയാൻ ഇടതുമുന്നണിയുടെ തീവ്ര ശ്രമം. മന്ത്രി വി.എൻ. വാസവൻ കോട്ടയത്ത് ക്യാമ്പ് ചെയ്താണ് ജോസ് വിഭാഗത്തെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമം തുടരുന്നത്. ജോസ് കെ മാണിയുമായും എം.എൽ.എമാരുമായും CPM നേതൃത്വം നിരന്തര സമ്പർക്കത്തിലാണ്. എന്നാൽ കേരള കോൺഗ്രസ് മുന്നണി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF നേതൃത്വമുള്ളത്. മുന്നണി മാറ്റം തടയാനായില്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പിളർത്താനുള്ള നീക്കങ്ങളും CPM തുടങ്ങിയിട്ടുണ്ട്. 16-ന് നടക്കുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമായിരിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലപാട് വ്യക്തമാക്കാൻ ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ജോസ് കെ മാണി മുന്നണി വിടില്ലെന്നും വരില്ലെന്ന് പറഞ്ഞിട്ടും പിന്നാലെ നടക്കുന്നത് UDFന്റെ ഗതികേടാണെന്നും മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, പിന്നെ അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയതിന് ശേഷം കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഞങ്ങൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ പൂർണ്ണമായി ഞങ്ങളോടൊപ്പം വേദിയിൽ റോഷി അഗസ്റ്റിനും 5 MLA-മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ ഒന്ന് വരാതിരുന്നത്, ദുബായിൽ അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിന് കുടുംബസ്വയം പോയിരുന്നു, നേരത്തെ മുന്നണി അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. ഇതുവരെ ഈ കാര്യത്തിൽ അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അവർ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം നേരെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും അതിനുശേഷം ജോസ് കെ മാണി ചെയർമാനും എല്ലാം കൃത്യമായി കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. UDFനിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് മറ്റേതെങ്കിലും രൂപത്തിലുള്ള പുതിയ സംവിധാനം കൂടി ഇല്ലെങ്കിൽ മുന്നോട്ട് രക്ഷയില്ല എന്നുള്ള സ്ഥിതിയെത്തുമ്പോഴാണ് ഇങ്ങനെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കിടക്കുമോ എന്നുള്ള പരിശ്രമം നടക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ഉൾപ്പെടെ കേരളമാകെ ഒരു 110 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അത് സാധ്യമാകുമെന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് അവരെ ഭയപ്പെടുന്ന കാര്യവും. ഇങ്ങനെ പുറകെ വരുന്നില്ലെന്ന് പറഞ്ഞാലും അല്ല, അവരെ ചവിട്ടി പുറത്താക്കുന്നത് അവർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ. ആ ചവിട്ടി പുറത്താക്കി കൂട്ടി പിന്നെയും ഇവരുടെ പുറകെ ക്ഷണിച്ചുകൊണ്ട് വരും നടക്കുന്ന അവരുടെ ആത്മവിശ്വാസക്കുറവും അവർക്കൊരു ബലയില്ലായ്മയും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളും അതിന് വേണ്ട രൂപത്തിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, രാഷ്ട്രീയ കാലാവസ്ഥ ചൂടേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 11:30-ക്ക് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക എന്നതിലാണ് ഏറ്റവും ഉദ്വേഗമുള്ളത്. ഒപ്പം ഈ കോൺഗ്രസ് ഹാൻഡിലുകളിലൊക്കെ ഒരു പ്രത്യേക കാർഡ് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു. സഖാക്കളുടെ നെഞ്ചിടിപ്പേറ്റി കൈ പിടിച്ച് അയാൾ വരുന്നു എന്നൊരു കാർഡ് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതാരാണ് എന്ന ആകാംക്ഷ മറ്റൊരു വശത്ത്. പക്ഷേ എന്താണ് ഈ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്? ഏത് വിധേനയാണ് ജോസ് കെ മാണി മുന്നണി വിടാതിരിക്കാൻ LDFന്റെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ? ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ പുറത്തു ചാടിക്കാൻ UDFലേക്ക് എത്തിക്കാൻ UDF ക്യാമ്പും അതുപോലെ തന്നെ മുന്നണി വിടാതിരിക്കാൻ LDF ക്യാമ്പും തീവ്ര ശ്രമം തുടരുകയാണ്. ഇന്നലെ മന്ത്രി വി.എൻ. വാസവൻ കോട്ടയത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുമായും ഒക്കെ സംസാരിക്കുകയും ജോസ് കെ മാണിയെ മുന്നിൽ നിർത്താൻ തീവ്ര ശ്രമം നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയും ജോസ് കെ മാണിയോട് സംസാരിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഈ തുടർച്ചയായ ഇടതുമുന്നണി യോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇടതുമുന്നണി പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാത്തതുമാണ് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയത്. ജോസ് കെ മാണി മുന്നണിയിലെത്തുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏറ്റവും വലിയ വിസ്മയം. അവർ കാത്തിരിക്കുന്നത് അത്തരം ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് നേരത്തെ എത്തിയതാണ്. പക്ഷേ UDFന്റെ ആവശ്യവും ജോസ് കെ മാണിയുടെ ഉറപ്പും 5 MLA-മാർക്കൊപ്പം മുഴുവൻ പാർട്ടി എന്നില്ല, അതായത് പാർട്ടി പിടരാതെ പൂർണ്ണമായും കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഉള്ളതുപോലെ UDFിലേക്ക് എത്തുമെന്ന ഉറപ്പാണ് ജോസ് കെ മാണി UDF നേതൃത്വം നൽകിയിരിക്കുന്നതാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. അത് കഴിയാത്ത സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. റോഷി അഗസ്റ്റിൻ കടുത്ത നിലപാടിലാണ്. എന്ത് പറഞ്ഞാണ് മുന്നണി വിട്ടു പോകേണ്ടത്, അത്തരം മര്യാദകേട് വിശ്വാസവചന കാണിക്കില്ല എന്ന കടുത്ത നിലപാട് റോഷി അഗസ്റ്റിൻ തുടരുന്നു. പ്രമോദ് നാരായണൻ ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാൻ കഴിയില്ല നിലപാടെടുക്കുന്നു. ചീഫ് വിപ്പ് ജയരാജനും മുന്നണി വിട്ടു പോകുന്നതിൽ താല്പര്യമില്ല. പക്ഷേ പാർട്ടി തീരുമാനം എന്താണോ, നേരത്തെ KM മാണി ഉള്ളപ്പോൾ ഉള്ളതുപോലെ തന്നെ ചെയർമാൻ പറയുന്ന നിലപാടെടുക്കുമെന്ന ജെയിൻ ജയരാജും വ്യക്തമാക്കുന്നു. മറ്റു 2 MLA-മാർ സെബാസ്റ്റ്യൻ കടത്തങ്കലും അതുപോലെ തന്നെ ജോബ് മൈക്കിളും അവർ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാടാണ്. അതിൽ സെബാസ്റ്റ്യൻ കടത്തങ്കലുമായൊക്കെ ഇന്നലെ വി.എൻ. വാസവൻ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയുന്നത്.
അവരും ചാഞ്ചാടി നിൽക്കുന്നുവെന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഒരു കാരണവശാലും ജോസ് കെ മാണി വരാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. കോൺഗ്രസിന് അത്ര എളുപ്പമല്ല ജോസ് കെ മാണിയെ സ്വീകരിക്കുക, UDFന് എളുപ്പമല്ല. വലിയ തർക്കങ്ങൾ ഉൾപാർട്ടി പ്രശ്നങ്ങളായത് മാറാനുള്ള സാധ്യതയുണ്ട്. പല പാർട്ടി ഘടകങ്ങൾ ഇതിനകം അവർ വരേണ്ട ആവശ്യമില്ല. രാവിലെ ഇന്ന് കടുത്തുരുത്തി MLA കൂടിയായ കേരള കോൺഗ്രസ് ജോസഫിലെ മോൻസ് വളരെ വ്യക്തമായി തന്നെ ഇവർ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ നമ്മോട് സംസാരിക്കുമ്പോൾ അബു ബി ജോസഫിന്റെ മകൻ ഇവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ വലിയ നീരസങ്ങൾ കേരള കോൺഗ്രസ് UDFിനൊപ്പമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയിലുമുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിലും ഉണ്ടാകാം. സീറ്റുകളുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇവർ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമുള്ളവരും വലിയൊരു വിഭാഗമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം അവരെ കൊണ്ടുവരാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ ജോസ് കെ മാണിയുമായി ഇതിനകം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഒരു കടുത്ത നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗും എങ്ങനെയും ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് എത്തിക്കണം. അതോടുകൂടി മധ്യ കേരളം പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഒരു ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല കോൺഗ്രസിന്റെയും. അതുകൊണ്ട് തന്നെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഒപ്പം കൂട്ടണമെന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം VN വാസവൻ നയിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഇടതുമുന്നണി ശക്തമായി തുടരുന്നത്. അതുകൊണ്ടാണ് അവർ പോകില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. 11:30-ക്ക് ജോസ് കെ മാണി മാധ്യമങ്ങളെക്കാളും വളരെ നിർണായകമാണ് ആ വാർത്താ സമ്മേളനം. കൃത്യമായ നിലപാട് ഒരുപക്ഷെ അതിൽ വന്നേക്കാം. 16-ന് സ്റ്റിയറിംഗ് കമ്മിറ്റി വരെ കാത്തിരിക്കണം എന്താണ് അവരുടെ രാഷ്ട്രീയ തീരുമാനമെന്നറിയാൻ. പക്ഷേ ഒരു വ്യക്തമായ സൂചനകൾ ജോസ് കെ മാണിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായേക്കാം. നേരത്തെ ഈ പാർട്ടി മുന്നണി വിട്ടു പോകുമെന്ന ചർച്ചകൾ വന്നപ്പോൾ AKG സെന്ററിന് മുന്നിൽ വന്ന് PJ ജോസഫ് ഭാഗത്തെ അപഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു കാരണവശാലും മുന്നണി വിടുന്ന നിലപാട് AKG സെന്ററിന് മുന്നിൽ വെച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയതാണ്. ആ നിലപാടിൽ നിന്ന്, ആ സാഹചര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം മാധ്യമം കൊണ്ട് പറയാൻ പോകുന്നതെന്ന് വേണം കരുതാൻ. അതിനപ്പുറത്തേക്ക് ചർച്ചകൾ സജീവമാണ്, അണിയറ നീക്കങ്ങൾ സജീവമാണ്, ചരടുവലികൾ സജീവമാണ്. എങ്ങോട്ടും മാറി മറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുള്ളത്. ശ്രീജ, അവരുടെ ഒറ്റക്കാര്യം അറിയേണ്ടത്, ഇങ്ങനൊരു നീക്കം ഉണ്ടായാൽ അത് തടയാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ ഏത് വിധേനയും ജോസ് കെ മാണിയെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ചർച്ചകളൊക്കെ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പിലെ UDF ക്യാമ്പിലെ ചർച്ചകൾ കൂടി എങ്ങനെയാണ്? UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണി വിഭാഗം. അത് പൂർണ്ണ പാർട്ടിയായി തന്നെ ഒറ്റക്കെട്ടായി തന്നെ LDF വിട്ട UDFിലേക്ക് എത്തുന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾക്കുള്ളത്. ആ ഉറപ്പാണ് ജോസ് കെ മാണി നൽകിയിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ പിന്നോട്ട് പോകാനും അനിശ്ചിതത്വം ഉണ്ടാകാനും കാരണം ആ ജോസ് കെ മാണിക്ക് ആ ഉറപ്പ് പാലിക്കാൻ കഴിയാത്തൊരു സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നേരിടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റോഷി അഗസ്റ്റും അതുപോലെ തന്നെ പ്രമോദ് നാരായണനുമൊക്കെ ആ കടുത്ത നിലപാട് തുടരുകയാണ്. ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാൻ കഴിയില്ല. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല, രാഷ്ട്രീയ കാരണങ്ങളുമില്ല. എന്തൊക്കെ ആവശ്യങ്ങൾ കേരള കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ടോ അതെല്ലാം അംഗീകരിച്ച പാർട്ടിയാണ് ഇടതുമുന്നണി. ആ പാർട്ടിയാണ് CPM. അത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചപ്പോഴാകട്ടെ, പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിലാകട്ടെ, പിന്നീട് ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിൽ, അതിനുശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നു. അവരുടെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ വന്യജീവി മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം, അത് തടയാൻ നിയമനിർമ്മാണത്തിന് തയ്യാറായ സർക്കാരാണത്. അത് കേരള കോൺഗ്രസിനെ മുഖനിഷ്കാൻ നടപടി തന്നെയായത്. അതോടുകൂടി അവർക്ക് മുന്നോട്ട് വിട്ടുപോകാൻ കഴിയാത്തൊരു രാഷ്ട്രീയ കുരുക്കിലേക്ക് ഇടതുകൊണ്ട് എത്തിക്കുകയായിരുന്നു എന്ന് കരുതുന്നവർ ഏറെയാണ്. മാത്രമല്ല, ജോസ് കെ മാണിക്ക് CPM അനായാസം ജയിക്കാവുന്ന ഒരു സീറ്റ്, രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകി. ലോക്സഭാ സീറ്റ് അവർക്ക് കോട്ടയത്ത് മത്സരിക്കാൻ നൽകി. അങ്ങനെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും വലിയ പരിഗണനയോടുകൂടി തങ്ങളെ കൊണ്ടു നടക്കുന്ന മുന്നണിയാണ് ഇടതുമുന്നണി. അവരോട് എന്ത് ന്യായം പറഞ്ഞിട്ട് ആ മുന്നണിക്കൊപ്പം നിന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളോട് എന്ത് മറുപടി പറഞ്ഞ് പുറത്തേക്ക് പോകുമെന്ന ചോദ്യമാണ് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഉൾപ്പെടെയുള്ളവരെ അലട്ടുന്നത്. അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അടിക്കടി മുന്നണി മാറുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും അധികാരം കിട്ടുന്ന ഭാഗത്തേക്ക് ചായുന്നുവെന്ന വിമർശനം കേരള കോൺഗ്രസിനുണ്ട്. അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ, പാർട്ടിയുടെ ഇപ്പോഴുള്ള സത്പേരിന് പോലും കളങ്കം ചാർത്തുന്നതാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ഏതായാലും വലിയ സമ്മർദ്ദത്തിലാണ് ജോസ് കെ മാണിയും. പൂർണ്ണമായും മുന്നണി വിട്ടുപോകാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു, എത്തുമെന്ന്, വിട്ടുപോകില്ലെന്ന ഉറച്ച വിശ്വാസം ഇടതിനുമുണ്ട്. ശരി, അപ്പോൾ ഇനി നമുക്ക് 11:30-ലെ വാർത്താ സമ്മേളനത്തിലേക്ക് ഉറ്റുനോക്കാം. എന്താണ് ജോസ് കെ മാണിക്ക് പറയാനുള്ളത് എന്നത് 11:30-ക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയാം.